ഓണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം അങ്ങനെ നമ്മുടെ ഇവിടെ കഴിഞ്ഞില്ല കേട്ടോ. ഇന്ന് അമ്മൂമ്മയുടെ അവിടെ ആയിരുന്നു ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പുക്കുട്ടൻ, നമ്മള്, ചേച്ചി, ചേട്ടന്മാര്, പിള്ളേര് എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഹാപ്പി ആയിട്ട് ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലൊരു പുതിയ അതിഥി ഉണ്ട്, ലക്കി. അവനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയി കേട്ടോ. അപ്പൊ രാത്രി 2 ദിവസം നമുക്ക് കുറച്ച് വിഷമമൊക്കെ ആയിരുന്നു. പിന്നെയാണ് ഓക്കെ ആയത്. ഒരുപാട് നാൾക്ക് ശേഷം വൈകുന്നേരം ഗോപിക മാഡം വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് എക്സാം ആയിരുന്നു കേട്ടോ സീഡ്. അതുകൊണ്ട് കുറച്ച് ബിസിയാണ് ഇങ്ങോട്ടൊന്നും വരാത്തത്. അപ്പൊ മുടിയൊക്കെ കളർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അവളെ കാണാനായിട്ട്. ഒരുപാട് നാൾക്ക് ശേഷം നമ്മളെല്ലാവരും കൂടെ കൂടിയാണ് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു. ഓരോരുത്തർ ഓരോ കടകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് തട്ടുകടയിൽ നിന്ന് കഴിക്കണം, ഒരാൾക്ക് ഫ്രൈഡ് ചിക്കൻ കഴിക്കണം, ഒരാൾക്ക് വേറെ റെസ്റ്റോറന്റിൽ നിന്ന് കഴിക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര അടിയായിരുന്നു. പിന്നെ ഫൈനലി അപർണ പറഞ്ഞ തട്ടുകടയിലാണ് നമ്മൾ വന്ന് നിന്നത്. ഈ തട്ടുകട വന്നിട്ട് വഴുതക്കാട് സൈഡിലാണ് കേട്ടോ. പക്ഷെ അടിപൊളിയായിരുന്നു. ഇവിടുത്തെ ചിക്കൻ ഫ്രൈ ഒക്കെ സൂപ്പർ ആയിരുന്നു. ചിക്കൻ ഫ്രൈയും ചില്ലി ചിക്കനൊക്കെ നല്ല സൂപ്പർ ആയിരുന്നു. നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു ഫുഡ്. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി നേരെ നമ്മളൊരു കേക്ക് കഴിക്കാനാണ് പോയത്. കാരണം എന്തെങ്കിലും മധുരം കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് ഈ റെയിൻബോ കേക്ക് വാങ്ങിച്ചു. പെട്ടെന്ന് എനിക്ക് സോൾട്ട് ആൻഡ് പെപ്പർ സിനിമയിലെ ജുവാന്റെ റെയിൻബോ കേക്കാണ് ഓർമ്മ വന്നത്. പിന്നെ എല്ലാവരും ഒരുമിച്ച് നിന്ന് കേക്കൊക്കെ കഴിച്ചതിന് ശേഷം അവരവരുടെ വീട്ടിലോട്ട് പോയി.